സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ക്യൂക്ക് റിവിഷൻ ആണ്. അടുത്ത് വരുന്ന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആണിത്. എല്ലാം തന്നെ പ്രധാനപ്പെട്ട സെലക്ട് ചെയ്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ്? അപ്പൊ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായിട്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്നത്. അപ്പൊ ഇതിന്റെ ഗുഡ്വിൽ അംബാസിഡർ ആരാണ് എന്നതാണ് ചോദ്യം. ഉത്തരം ആരാണ്? മഞ്ജു വാര്യർ ആണ്. മഞ്ജു വാര്യർ ആണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ക്യാമ്പയിന്റെ അംബാസിഡർ. മഞ്ജു വാര്യർ. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂഡൽഹി ആണ്. 2025 ലോക പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ന്യൂഡൽഹി ആണ്. ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? ന്യൂഡൽഹിയിൽ നടക്കുന്ന 2025 ലോക പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ ബ്രാൻഡ് അംബാസിഡർ കങ്കണ റണാവത്ത് ആണ്. കങ്കണ റണാവത്ത്. ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആര്? ടൈം മാഗസിന്റെ 2024 ഏറ്റവും സ്വാധീനമുള്ള 100 പേരിൽ ഉൾപ്പെട്ട ഇന്ത്യൻ ബോളിവുഡ് നടി ആലിയ ഭട്ട് ആണ്. ആലിയ ഭട്ട്. ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക് ഏതാണ്? HDFC ബാങ്ക് ആണ്. കവരത്തി ദ്വീപിൽ സ്ഥിതി ചെയ്യുന്ന HDFC ബാങ്ക് ആണ് ലക്ഷദ്വീപിലെ ആദ്യത്തെ സ്വകാര്യ ബാങ്ക്. HDFC ബാങ്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പലാണ് സാൻ ഫെർണാണ്ടോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ ചരക്കു കപ്പൽ ഏതാണ്? സാൻ ഫെർണാണ്ടോയാണ്. കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാരത് ബയോടെക് വികസിപ്പിച്ച ഓറൽ വാക്സിൻ എന്തിനെ പ്രതിരോധിക്കുന്നതിനാണ്? കോളറയെ പ്രതിരോധിക്കുന്നതിന് വികസിപ്പിച്ചത് ഭാരത് ബയോടെക് ഓറൽ വാക്സിൻ ആണ്. ഹിൽകോൾ എന്നതാണ് വാക്സിന്റെ പേര്. ഓറൽ വാക്സിൻ ആണ് ഹിൽകോൾ. കോളറയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരത് ബയോടെക് ആണ് ഹിൽകോൾ എന്ന ഓറൽ വാക്സിൻ വികസിപ്പിച്ചത്. ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുവാനായി രാജ്യത്തെ ആദ്യ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഏഷ്യൻ കിങ് എന്ന ഇനം കഴുകനെ സംരക്ഷിക്കുന്നതിനായിട്ട് രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ചത് ഉത്തർപ്രദേശിലാണ്. ഏഷ്യൻ കിങ് കഴുകന്റെ ഇനമാണ് ഏഷ്യൻ കിങ് എന്നത്. കഴുകനെ സംരക്ഷിക്കുവാനായിട്ട് രാജ്യത്തെ ആദ്യത്തെ സംരക്ഷണ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം. യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം ഏത്? അലിയ C6-300 ആണ്. അലിയ C6-300 വികസിപ്പിച്ചത് ബീറ്റ ടെക്നോളജീസിന്റെ അലിയ CX-300 ആണ് യാത്രക്കാരെ വഹിച്ചു പറന്ന ലോകത്തെ ആദ്യത്തെ വൈദ്യുത വിമാനം. അലിയ CX-300 വികസിപ്പിച്ചത് ബീറ്റ ടെക്നോളജീസ്. കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ IPS ആണ്. റവാഡ എ ചന്ദ്രശേഖർ IPS ആണ് കേരളത്തിലെ നിലവിലെ പോലീസ് മേധാവി. റവാഡ എ ചന്ദ്രശേഖർ IPS. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം.
ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിലെ 69ാമത് അംഗം ഇസ്രായേലാണ്. ഇസ്രായേൽ എത്രാമത്തേതാണ്? 69. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ 69ാമത്തെ അംഗമാണ് ഇസ്രായേൽ. ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘം. ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കുവാനായിട്ട് ഏത് വകുപ്പാണ്? സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘമാണ് ഋതം. ഋതം എന്നത് ഭിന്നശേഷിയുള്ള വ്യക്തികളിലെ പ്രതിഭകളെ വളർത്തിയെടുക്കാൻ സാമൂഹ്യനീതി വകുപ്പ് ആരംഭിച്ച കലാസംഘമാണ്. കലാസംഘത്തിന്റെ പേര് ഋതം. സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കാനുള്ള ദേശീയ അംബാസിഡറായി 2024 നിയമിതയായ ചലച്ചിത്ര നടി. സൈബർ സുരക്ഷ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ദേശീയ അംബാസിഡറായിട്ട് 2024 നിയമിതയായ ചലച്ചിത്ര നടിയാണ് രശ്മിക മന്ദാന. രശ്മിക മന്ദാന 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് എവിടെയാണ്? 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടി നടന്നത് റിയോ ഡി ജനീറോയിലാണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് 2025 17ാമത്തെ ബ്രിക്സ് ഉച്ചകോടി നടന്നത്. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത്. മെഡിക്കൽ കോളേജിൽ രോഗികളുടെ കൂട്ടിരിപ്പുകാർക്ക് മിതമായ നിരക്കിൽ താമസ സൗകര്യം ലഭ്യമാക്കുന്ന വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ്. വാടക വീടുകൾ അറിയപ്പെടുന്നത് ആശ്വാസ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ്. വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. വിജയ കിഷോർ രഹത്കർ. കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യം. കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ3 എന്നത്. പ്രോബ3 എന്താണ് ലക്ഷ്യം? കൃത്രിമമായിട്ട് സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ദൗത്യമാണ് പ്രോബ3 എന്നത്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ആണ്. കേരള ക്രിക്കറ്റ് ലീഗിന്റെ ബ്രാൻഡ് അംബാസിഡർ ആരാണ്? മോഹൻലാൽ. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബാണ് ഇക്യൂബ് എന്നത്. കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായിട്ട് കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഇക്യൂബ്. 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പ് ഏത്? 2024 സുപ്രീം കോടതി അംഗീകാരം നൽകിയ പൗരത്വ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് 6A. വകുപ്പ് 6A. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായി അംഗത്വം നേടിയ പുതിയ രാജ്യം. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യയാണ്. 2025 ബ്രിക്സ് ഉച്ചകോടിയിൽ ബ്രിക്സിൽ ഔദ്യോഗികമായിട്ട് അംഗത്വം നേടിയ പുതിയ രാജ്യം ഇന്തോനേഷ്യ. കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശം. കാലാവസ്ഥ വ്യതിയാനം ലഘൂകരിക്കുന്ന ബ്ലൂ കാർബൺ കൊണ്ട് സമൃദ്ധമാണെന്ന് കണ്ടെത്തിയ കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യം. ലോകത്തെ ആദ്യ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യമാണ് പൊളാരിസ് ഡോൺ മിഷൻ. ലോകത്തെ ആദ്യത്തെ സ്വകാര്യ ബഹിരാകാശ നടത്തത്തിനുള്ള ദൗത്യമാണ് പൊളാരിസ് ഡോൺ മിഷൻ.
സ്റ്റോപ്പ് ക്ലോക്ക് നിയമ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കായിക ഇനം. സ്റ്റോപ്പ് ക്ലോക്ക് നിയമ പരീക്ഷണ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്ന കായിക ഇനമാണ് ക്രിക്കറ്റ്. അന്താരാഷ്ട്ര ഹോക്കി ഫെഡറേഷൻ നൽകുന്ന 2024 വർഷത്തെ മികച്ച ഗോൾ കീപ്പർ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? PR ശ്രീജേഷ്. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി. 2025 ICC വനിതാ ഏകദിന ലോകകപ്പിന്റെ വേദി ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പേപ്പർ രഹിത ഇലക്ഷൻ നടത്തപ്പെട്ട സംസ്ഥാനം മധ്യപ്രദേശ്. അരുന്ധതി റോയിയുടെ ആദ്യ ഓർമ്മക്കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ എന്നത്. മദർ മേരി കംസ് ടു മീ ആരുടെ കൃതിയാണ്? അരുന്ധതി റോയിയുടെ കൃതിയാണ്. അരുന്ധതി റോയിയുടെ ആദ്യത്തെ ഓർമ്മക്കുറിപ്പാണ് മദർ മേരി കംസ് ടു മീ എന്നത്. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതി. രക്ഷിതാക്കൾക്ക് കുട്ടികളുടെ പേരിൽ നാഷണൽ പെൻഷൻ സ്കീം അക്കൗണ്ട് എടുക്കാൻ സാധിക്കുന്ന തരത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് NPS വാത്സല്യ. പദ്ധതിയുടെ പേരെന്താണ്? NPS വാത്സല്യ. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2026 ആഗോള AI ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഇന്ത്യയാണ്. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചത്. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് തമിഴ്നാട്. 2024 നവംബറിൽ ഉഷ്ണതരംഗം സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് തമിഴ്നാട്. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായത്. ഇന്ത്യയുടെ തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിതയായത് മനു ഭാക്കർ. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം. സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കുവാൻ സജ്ജമാക്കിയ സംവിധാനമാണ് സഹജ. സംവിധാനത്തിന്റെ പേര് സഹജ. എന്തിനു വേണ്ടിയുള്ളതാണ്? സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിന് അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനമാണ് സഹജ. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ ഏതാണ്? ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണ് അർത്തുങ്കൽ പോലീസ് സ്റ്റേഷൻ. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ISO സർട്ടിഫിക്കേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ അർത്തുങ്കൽ പോലീസ് സ്റ്റേഷനാണ്. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ലോകത്ത് ആദ്യമായി മാനുഷിക സ്രോതസ്സിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിൻ ഏതാണ്? ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്ക് എന്നത്. ലോകത്ത് ആദ്യമായിട്ട് മാനുഷിക സ്രോതസ്സിൽ നിന്നും വികസിപ്പിച്ചെടുത്ത ക്ഷയരോഗ വാക്സിനാണ് MTB വാക്ക്. ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണ്? ലോകാരോഗ്യ ദിനം 2024 പ്രമേയം എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ് ലോകാരോഗ്യ ദിനം 2024 പ്രമേയം. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്ന് കമന്റ് ചെയ്യുക. ലോകാരോഗ്യ ദിനം എന്ന് കമന്റ് ചെയ്യുക. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ദേശീയക്കാരൻ. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ദേശീയക്കാരനാണ് അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ്വഞ്ചിയുടെ പേരാണ് ഭയാനത്ത്. ഗോൾഡൻ ഗ്ലോബ് റേസ് പൂർത്തിയാക്കിയ ആദ്യത്തെ ഏഷ്യക്കാരനാണ് അഭിലാഷ് ടോമി സഞ്ചരിച്ച പായ്വഞ്ചിയുടെ പേര് ഭയാനത്ത്.
2024-25 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2024-25 സ്വച്ഛ് സർവേക്ഷൺ പുരസ്കാരത്തിൽ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻഡോർ ആണ്. മധ്യപ്രദേശിലെ ഇൻഡോർ. തുടർച്ചയായിട്ട് 7ാം തവണയാണ് ഇൻഡോർ ഈ പുരസ്കാരം നേടുന്നത്. എത്രാമത്തേതാണ്? 7ാം തവണയാണ് ഇൻഡോർ പുരസ്കാരം നേടുന്നത്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യത്തെ പേടകമാണ് ഒഡീസിയസ്. ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകം ഏതാണ്? ഒഡീസിയസ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടില് ആനമല ടൈഗർ റിസർവിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത്. ആനമല ടൈഗർ റിസർവ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ദിവ്യ ദേശ്മുഖ്. ചെസ് ലോകകപ്പ് നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ദിവ്യ ദേശ്മുഖ്. ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യ തദ്ദേശീയ നിർമ്മിത യുദ്ധക്കപ്പൽ. ആഴക്കടൽ ഡൈവിങ്ങിനും രക്ഷാപ്രവർത്തനത്തിനും ഉപകരിക്കുന്ന ആദ്യത്തെ തദ്ദേശ നിർമ്മിത യുദ്ധക്കപ്പലാണ് INS നിസ്താർ എന്നത്. കപ്പലിന്റെ പേര് INS നിസ്താർ. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. നിർമ്മിത ബുദ്ധി സേവനങ്ങൾ വിവിധ പ്രാദേശിക ഭാഷകളിലും ലഭ്യമാക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഭാരത് ജൻ എന്നത്. പദ്ധതിയുടെ പേര് ഭാരത് ജൻ. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. കുടുംബത്തിന്റെ വാർഷിക വരുമാനം പരിഗണിക്കാതെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും വേണ്ടി നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. പദ്ധതിയുടെ പേര് ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. ആയുഷ്മാൻ ഭാരത് ആരോഗ്യ ഇൻഷുറൻസ്. അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് ഏത് രാജ്യത്താണ്? അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി ഉച്ചകോടി 2025 നടന്നത് പാരീസിലാണ്. പാരീസ്. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചവർ. 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത് 4 പേർക്കാണ്. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ എന്നിവർക്കാണ് 2024 ഭാരതരത്ന പുരസ്കാരം മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചത്. PV നരസിംഹറാവു, ചൗധരി ചരൺ സിംഗ്, MS സ്വാമിനാഥൻ, കർപ്പൂരി താക്കൂർ. അടുത്ത ചോദ്യം, നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് 2023-24 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? നീതി ആയോഗിന്റെ ഗോൾ ഓഫ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽ ബീയിങ് ഇൻഡെക്സ് 2023-24 1ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. കേരളത്തിന്റെ സ്ഥാനം 4ാം സ്ഥാനമാണ്. കേരളം 4ാം സ്ഥാനം, ഗുജറാത്ത് 1ാം സ്ഥാനം. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി. ഒറ്റയ്ക്കായ വയോധികർക്ക് സാന്ത്വനമേകാൻ സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് സല്ലാപം. പദ്ധതിയുടെ പേര് എന്താണ്? സല്ലാപം. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലുകൾ. ആലപ്പുഴയിലെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച പുതിയ ഇനം നെല്ലിനങ്ങളാണ് പുണ്യ, ആദ്യ എന്നിവ പുതിയ ഇനം നെല്ലിനങ്ങളാണ്. നെല്ലിനങ്ങൾ വികസിപ്പിച്ചത് മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം. ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റ് പ്രഖ്യാപിച്ച ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്?
ആശാ വർക്കർമാർക്ക് ഗ്രാജുവേറ്റി പ്രഖ്യാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. യുണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതി ഏത്? യുണിസെഫിന്റെ ധനസഹായം ലഭിച്ച കേരള സർക്കാർ പദ്ധതിയാണ് ലിറ്റിൽ കൈറ്റ്സ്. പദ്ധതിയുടെ പേര് ലിറ്റിൽ കൈറ്റ്സ്. സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യത്തെ കനാൽ ജലവൈദ്യുത പദ്ധതി നിലവിൽ വരുന്നത് കമ്പാലത്തറയിലാണ്. കമ്പാലത്തറ. അടുത്തിടെ ചൈന അവതരിപ്പിച്ച ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ. CR450 ഏറ്റവും വേഗമേറിയ ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ്. CR450. അടുത്തിടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനം പുറത്തിറക്കിയ മഞ്ഞൾ ഇനമാണ് IISR സൂര്യ എന്നത്. പുതിയ ഇനം മഞ്ഞൾ ഇനമാണ്. ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനമാണ് പുറത്തിറക്കിയത്. IISR സൂര്യ. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ 2025 വേദി വർക്കലയാണ്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കല. 2025 ലോക ഭൗമദിന പ്രമേയം 2025 നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം എന്നതാണ്. നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ലോക ഭൗമദിനമായിട്ട് ആചരിക്കുന്നത് ഏപ്രിൽ 22. ഇന്ത്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ഇന്ത്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ദേവേന്ദ്ര ജജാരിയാണ്. ഇന്ത്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ നിലവിലെ പ്രസിഡന്റ് ദേവേന്ദ്ര ജജാരിയ. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈക്കം വിജയലക്ഷ്മിയാണ്. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ്സിൽ മികച്ച പിന്നണി ഗായികയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് വൈക്കം വിജയലക്ഷ്മി. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച മികച്ച ചിത്രം ഏതാണ്? മികച്ച ചിത്രം ഫെമിനിറ്റി ഫാത്തിമ. 2024 ഫിലിം ക്രിട്ടിക്സ് അവാർഡ് ലഭിച്ച മികച്ച ചിത്രമാണ് ഫെമിനിറ്റി ഫാത്തിമ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണിത്. നിയമസഭ നടപടികൾ ആംഗ്യ ഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? പഞ്ചാബാണ്. നിയമസഭാ നടപടികൾ ആംഗ്യ ഭാഷയിൽ സംപ്രേഷണം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം പഞ്ചാബാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.